അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഹദീസ് എന്ന് കേട്ടിട്ടുള്ളതാണ്. ഹദീസ് എന്ന് വെച്ചാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ ഹദീസ് എന്ന് പറയും. അതെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ അതിൻ്റെ അടിയിൽ ഒരു ബ്രാക്കറ്റിലാക്കിയിട്ട് അധികം എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം മുത്തഫഖുൻ അലൈഹി എന്ന്, അല്ലെങ്കിൽ ബുഖാരി എന്നും, അല്ലെങ്കിൽ മുസ്ലിം എന്ന്, അല്ലെങ്കിൽ അബു ദാവൂദ്, ഇബ്നു മാജ, തുർമുദി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഓരോ കിതാബിൽ കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മുത്തഫഖുൻ അലൈഹി എന്ന് വെച്ചാൽ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു തങ്ങളും അതുപോലെ തന്നെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തങ്ങളും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതായത് ബുഖാരി ഇമാം തൻ്റെ കിതാബിൽ റിപ്പോർട്ട് ചെയ്ത അതേ ഹദീസ് തന്നെ മഹാനായ മുസ്ലിം ഇമാമും തൻ്റെ കിതാബായ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് എന്തു പറയുന്നത് മുത്തഫഖുൻ അലൈഹി. രണ്ട് ഹദീസും ഒരു ഹദീസ് തന്നെ മഹാനായ ബുഖാരി ഇമാമും അതുപോലെ തന്നെ മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. വേറെ ചില കിതാബുകൾ ബുഖാരി എന്ന് മാത്രം കാണും. അതായത് ആ ഹദീസ് ഇമാം ബുഖാരി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ചിലതിൽ മുസ്ലിം എന്ന് മാത്രം കാണാം. അതിൽ ഇമാം മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ബുഖാരിക്കാണ്. കാരണം അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹീഹായ ഹദീസുകൾ മാത്രമേ പറയുന്നുള്ളൂ. ലൈഫായ ഹദീസുകൾ വേറെയുണ്ട്. ഹദീസുകളുടെ എണ്ണങ്ങൾ ധാരാളമുണ്ട്. ലൈഫായ ഹദീസുകൾ പറയുന്നുണ്ട്. ലൈഫായ ഹദീസുകളൊന്നും ഇമാം ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഹദീസുകൾ അതിൽ കുറഞ്ഞു പോയത്. അതിനധികവും എന്താണ് ഹദീസ് കിട്ടും. പക്ഷെ അതൊക്കെ ലൈഫായ ഹദീസുകളൊന്നും ഇമാം ബുഖാരി ഇമാം തൻ്റെ കിതാബിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ലൈഫായ ഹദീസ് എന്ന് വെച്ചാൽ അങ്ങനെ ആവാൻ ചില സംശയങ്ങളൊക്കെ വന്നത് എന്താ കാരണം ചിലപ്പോൾ മഹാനായ ബുഖാരി ഇമാം ഒരാൾക്കിടക്ക് ഹദീസ് സ്വീകരിക്കാൻ കേൾക്കാൻ പോയാലും അയാൾ ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് അയാളുടെ കയ്യിലുണ്ട്. അത് കേൾക്കാൻ വേണ്ടി മഹാനായ ബുഖാരി ഇമാം ചെന്നാൽ അയാളുടെ പരമ്പര ആദ്യം പരിശോധിക്കും. അയാളുടെ സ്വഭാവം എങ്ങനെയാണ്, അയാൾ കളവ് പറയുന്ന ആളാണോ, അതല്ല അയാൾ നിസ്കരിക്കാത്ത ആളാണോ, അതല്ല അയാൾ നുണ പറയുന്ന ആളാണോ, അതെല്ലാം പരിശോധിച്ച് അയാൾ യഥാർത്ഥ ഒരു മുസ്ലിം എന്ന നിലക്കുള്ള യഥാർത്ഥ എല്ലാ കാര്യങ്ങളും ഒത്തു വന്നാലേ അയാൾ നിന്ന് എന്തു ചെയ്യുകയുള്ളൂ, ആ ഹദീസ് സ്വീകരിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരാൾ അയാൾ ഹദീസ് പറഞ്ഞു, പക്ഷെ അയാളുടെ പരമ്പര നോക്കുമ്പോൾ അയാൾ ഒരു കളവ് രീതിയിലൂടെ വരുന്നതാണെങ്കിൽ അത് ലൈഫായ ഹദീസായിട്ട് പരിഗണിക്കുള്ളൂ. ഒരിക്കൽ മഹാനായ ബുഖാരി ഇമാം ഒരു ഹദീസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയിലേക്ക് പോവുകയും അപ്പോൾ ആ വ്യക്തി തുപ്പുന്നത് കണ്ടു, വലത്തെ ഭാഗത്തേക്ക് തുപ്പുന്നതായിട്ട് കണ്ടു. അപ്പോൾ മഹാനായ ബുഖാരി ഇമാം തിരിച്ചു പോരുകയുണ്ടായി. അപ്പോൾ ചോദിച്ചു, എന്തിനാ തങ്ങൾ തിരിച്ചു പോകുന്നത്? അപ്പോൾ പറഞ്ഞു, അയാളെ തുപ്പല് എങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്? ഇടത്തെ ഭാഗത്ത് തുപ്പാനാണ്. അയാൾ വലത്തെ ഭാഗത്തേക്കാണ് തുപ്പിയത്. അതുകൊണ്ട് അയാളെ ഹദീസ് സ്വീകരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അങ്ങനെയായിരുന്നു ഓരോ ഹദീസ് സ്വീകരിക്കുമ്പോൾ അവർ കൃത്യത പുലർത്തിയിരുന്നു. മാത്രമല്ല ഇമാം ബുഖാരി ഇമാം ഓരോ ഹദീസ് എഴുതുമ്പോൾ വുളൂ എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഓരോ ഹദീസും നിലാവിൻ്റെ വെളിച്ചത്തിൽ. ആ സമയങ്ങളിലൊന്നും ആ കാലങ്ങളിലൊന്നും എന്തുണ്ടായിട്ടില്ല, പ്രകാശം ഉണ്ടായിരുന്നില്ലല്ലോ. അതായത് ലൈറ്റൊന്നും കണ്ടുപിടിക്കാത്ത കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ ബുഖാരി ഇമാം നിലാവിൻ്റെ വെളിച്ചത്തിൽ ഇരുന്നിട്ടാണ് പല വർഷങ്ങൾ എടുത്തിട്ടാണ് ആ കിതാബ് രചിച്ചിട്ടുള്ളത്. അതിൻ്റെ ത്യാഗം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല നല്ല ഫലവത്തായ അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരാൻ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.